നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം കേരള പച്ചയിലുള്ളത് ദീർഘകാലം KCB രംഗത്ത് സേവനമനുഷ്ഠിച്ച MG സുരേഷ് കുമാറാണ്. നമസ്കാരം സാർ. സാർ ഇപ്പോൾ നിലവിൽ വൈദ്യുത ബോർഡല്ല, ഇപ്പോൾ കമ്പനിയാണ്. അപ്പോൾ കമ്പനിയുടെ ഒരു സ്വഭാവത്തിലേക്ക് വരുമ്പോഴേ നമ്മുടെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ്. അപ്പോൾ അതിനൊരു കോൺഫ്ലിക്റ്റ് ഇല്ല. അതെങ്ങനെയാണ് സാർ മാനേജ് ചെയ്യുക? അതായത് ശരിയാണ്, പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് 2003 ഇലക്ട്രിസിറ്റി ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നിലവിൽ ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്ന സാധനമില്ല. ഇലക്ട്രിസിറ്റി ബോർഡ് സ്റ്റാറ്റ്യൂട്ടറി ആയി 1948 സപ്ലൈ ആക്ടിൻ്റെ ഭാഗമായിട്ടുണ്ടായ സ്ഥാപനമാണ്. 2003 ആക്ടിൻ്റെ ഭാഗമായി ഈ ഇലക്ട്രിസിറ്റി ബോർഡുകൾ പിരിച്ചുവിട്ട് കമ്പനിയാക്കണം. അതിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് വൈദ്യുതി ഒരു ഉൽപ്പന്നമായി മാറുക, ലാഭത്തിന് വേണ്ടി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു കമ്മോഡിറ്റി ആയിട്ട് മാറ്റുക. 48 സപ്ലൈ ആക്ടിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സാധനം ഒരു സാമൂഹ്യ വികസനത്തിനുള്ള ഒരു അടിസ്ഥാന സൗകര്യം എന്ന നിലയ്ക്കാണ്. അടിസ്ഥാന സൗകര്യം മാറി ഒരു കമ്മോഡിറ്റിയായി കൺവേർട്ട് ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇലക്ട്രിസിറ്റി ആക്ടിൻ്റെ ഭാഗമായി നടന്നത്. അത് യഥാർത്ഥത്തിൽ ഇത് കമ്പനിയാക്കൽ മാത്രമല്ല, മറ്റൊട്ടേറെ നടപടികൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇലക്ട്രിസിറ്റി ജനറേഷൻ ഏറെക്കുറെ പൂർണ്ണമായിട്ട് സ്വകാര്യവൽക്കരിക്കപ്പെടുക, ലൈസൻസ് പോലും എടുത്തു കളയുക. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് സാധാരണ പറയാറ്. അതിന് പകരം ഒരു നാലാമതൊരു പുതിയ എൻറ്റിറ്റി, വിപണനം എന്ന് പറയുന്നൊരു എൻറ്റിറ്റി അല്ലെങ്കിൽ ട്രേഡിംഗ് എന്ന് പറയുന്നൊരു പുതിയ എൻറ്റിറ്റി കൊണ്ടുവരിക. അതുപോലെ തന്നെ നിലവിലുള്ള ലൈനുകൾ കൂടി വേണമെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വൈദ്യുതി കൊണ്ടുപോയി ഓപ്പൺ ആക്സസ് എന്ന് പറയും, അങ്ങനെ കൊണ്ടുപോയി വിൽക്കാനുള്ള അവസരം ഉണ്ടാക്കുക തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ നടപടികൾ ഈ ഇലക്ട്രിസിറ്റി ആക്ടിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ വൈദ്യുതി മേഖലയിൽ വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ജനങ്ങൾക്ക് വൈദ്യുതി ഒരു അവകാശമാണ്. ഇപ്പം ഒരു ഹ്യൂമൻ റൈറ്റ് ആയിട്ട് തന്നെയാണ് നമ്മളതിനെ കാണേണ്ടത്. അത് ഒരു സാമൂഹ്യ വികസനത്തിൻ്റെ അടിസ്ഥാന സൗകര്യമാണ്. അത് ലാഭനഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിൽക്കപ്പെടേണ്ട ഒരു ഉൽപ്പന്നമല്ല എന്നുള്ളതാണ് നമ്മൾ അതിനെ കാണുന്നത്. എന്നാൽ അതിൽ നിന്ന് വളരെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു നിലപാടാണ് ആക്ട് മുന്നോട്ട് വെക്കുന്ന നിലപാട്. ഇത് നിങ്ങൾ പറഞ്ഞതുപോലെ സത്യത്തിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും. എന്നാൽ കേരളം ഈ കാര്യത്തിനകത്ത് എടുത്തിട്ടുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ള സമീപനമാണ്. ഒരു ബദൽ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളം പോകുന്നത്. ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനിവൽക്കരണം നടക്കണം, അങ്ങനെ നടക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ കമ്പനി ആക്കിയിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അതിനകത്ത് ഒറ്റ കമ്പനിയായി നിർത്താൻ അനുവദിക്കുമായിരുന്നില്ല. ഏറ്റവും കുറഞ്ഞത് 2 കമ്പനിയെങ്കിലും ആക്കണം എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു 2006, 2011 ഗവൺമെൻറ് AK ബാലൻ വൈദ്യുതി മന്ത്രിയായിരുന്ന സമയത്താണ് ഈ സമ്മർദ്ദം ശക്തമായി വരികയും നമുക്ക് നിർബന്ധമായ ഒരു കമ്പനിയിലേക്ക് പോവുകയും ചെയ്യേണ്ടി വന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കമ്പനി ഉണ്ടാക്കിക്കുന്നതിന് പകരം ഇലക്ട്രിസിറ്റി ബോർഡ് ഗവൺമെൻറ് ഏറ്റെടുത്തു. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പോലെ തന്നെ. എന്നിട്ട് അതിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ മാനേജ്മെൻറ്റിനെ, അവിടുത്തെ ബോർഡിനെ നമ്മളൊരു മാനേജ്മെൻറ്റ് കമ്മിറ്റിയാക്കി വെച്ചു. കമ്പനി രജിസ്റ്റർ ചെയ്ത് കമ്പനിയിലേക്ക് പോകാനുള്ള ടൈം നമ്മൾ നീട്ടിയെടുക്കുക ചെയ്തത്. 2013 കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ പീരീഡിലാണ് ഇത് കമ്പനിയായത്. അപ്പോഴും കമ്പനിയാക്കി ലാഭാധിഷ്ഠിതമായി കൊണ്ടുപോകുക എന്ന് പറയുന്നതിന് ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് ആ സ്ഥാപനത്തിനുള്ളിൽ തന്നെ സംഘടനകളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടുവരികയും ഇത് വൈദ്യുതി ബോർഡ് നേരത്തെ എങ്ങനെയാണോ പ്രവർത്തിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സർവീസ് കേന്ദ്രീകൃതമായി ജനങ്ങൾക്ക് സേവനം കൊടുക്കാനുള്ള സ്ഥാപനമായി പ്രവർത്തിച്ചു പോകണം എന്ന നിലപാട് സംഘടനകൾ അതിനുള്ളിൽ ശക്തമായിട്ട് എടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ 2016 ശേഷം വന്ന ഇടതുപക്ഷ സർക്കാർ, 2 സർക്കാർ വന്നല്ലോ, 10 വർഷം. ഈ 10 വർഷത്തിനുള്ളിൽ ഗവൺമെൻറ് അതിനകത്തൊരു വളരെ കൃത്യമായ സ്റ്റാൻഡ് എടുത്തു. ഇലക്ട്രിസിറ്റി ബോർഡിനെ വിഭജിക്കില്ല, അതുപോലെ തന്നെ സ്വകാര്യവൽക്കരിക്കില്ല. മാത്രമല്ല വൈദ്യുതി ബോർഡിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കുകയല്ല, അതിനപ്പുറത്ത് അത് ജനങ്ങൾക്ക് താങ്ങാവുന്ന നിരക്കിൽ ഗുണമേന്മയുള്ള വൈദ്യുതി കൊടുക്കുകയാണ് എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരളം കൈവരിച്ച നേട്ടം ചെറുതല്ല. ഇപ്പോൾ 2017 നമ്മൾ സമ്പൂർണ്ണ വൈദ്യുതീകരണം കൈവരിക്കുന്നത്. യഥാർത്ഥത്തിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രവർത്തനം തുടങ്ങുന്നത് 2017 2006 നമ്മൾ സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രവർത്തനം തുടങ്ങുന്നത്. 2011 ആവുമ്പോഴേക്ക്, അതായത് ആ ഗവൺമെൻറ്റിൻ്റെ അവസാനം ആവുമ്പോഴേക്ക് നമ്മൾ 85 നിയോജക മണ്ഡലങ്ങൾ സമ്പൂർണ്ണ വൈദ്യുതീകരണം കൈവരിച്ചു. 4 ജില്ലകൾ, പാലക്കാടാണ് ആദ്യം. അന്നത്തെ കേന്ദ്ര വൈദ്യുതി ഊർജ്ജ മന്ത്രിയായിരുന്ന സുശീൽ കുമാർ ഷിൻഡെയാണ് ഒറ്റപ്പാലത്ത് വെച്ചിട്ട് ആദ്യമായി 2010 സെപ്റ്റംബറിൽ പാലക്കാട് ജില്ല സമ്പൂർണ്ണ വൈദ്യുതീകരണം പ്രഖ്യാപിക്കുന്നത്. തുടർന്ന് തൃശ്ശൂർ, അത് കഴിഞ്ഞിട്ട് ആലപ്പുഴ, എറണാകുളം, ഇങ്ങനെ 4 ജില്ലകൾ നമ്മൾ സമ്പൂർണ്ണ വൈദ്യുതീകരണം. ഇപ്പോൾ 85 മണ്ഡലങ്ങളും 4 ജില്ലകളും സമ്പൂർണ്ണ വൈദ്യുതീകരണം പ്രഖ്യാപിച്ചു. ബാക്കി എല്ലാ മണ്ഡലങ്ങളും സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രവർത്തനം നടക്കുന്നു. ആ കാലത്ത് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമായിട്ടുള്ള പുതുപ്പള്ളി AK ബാലൻ മിനിസ്റ്റർ സമ്പൂർണ്ണ വൈദ്യുതീകരണം പ്രഖ്യാപിക്കുന്നത്. അപ്പം ആ ഒരു പ്രവർത്തനം പക്ഷേ 2011 ഗവൺമെൻറ് മാറ്റത്തിന് ശേഷം തുടർന്നില്ല. സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രവർത്തനം പൂർണ്ണമായിട്ടും അവർ ഒഴിവാക്കി. ഇപ്പം
പല പദ്ധതികളും നമ്മൾ തുടരില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അവരതിനകത്ത് നിന്ന് പിന്നോട്ട് പോയി സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രവർത്തനം ഒഴിവാക്കി. 2016 വരെ പ്രത്യേകിച്ച് അതിനകത്ത് കാര്യമായ ഒന്നും ഉണ്ടായില്ല. എന്നാൽ 2016 പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം ആദ്യം വൈദ്യുതി മേഖലയിൽ എടുത്ത സമീപനം സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായി മന്ത്രി അന്ന് കടകംപള്ളിയാണ് വൈദ്യുതി മന്ത്രി, കടകംപള്ളി സുരേന്ദ്രനാണ് അന്ന് വൈദ്യുതി മന്ത്രി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും അതിനു വേണ്ടിയിട്ടുള്ള റിവ്യൂ മീറ്റിങ്ങുകൾ നടത്തുകയും പിന്നീട് 2016 നവംബറിൽ എം മണി മിനിസ്റ്ററായി. അദ്ദേഹവും ഈ പ്രവർത്തനം തുടർന്നു. അങ്ങനെ 2017 മെയ് മാസം 29 കേരളം ആദ്യമായിട്ട് രാജ്യത്ത് സമ്പൂർണ്ണ വൈദ്യുതീകരണം കൈവരിക്കുന്ന ഒരു സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. അവിടെ നമ്മൾ കാണേണ്ട കാര്യം, ആളുകളിപ്പം വൈദ്യുതി വേണ്ട ആളുകൾ അപേക്ഷ തന്ന് വൈദ്യുതി കണക്ഷൻ കൊടുക്കുക എന്നുള്ളത് വൈദ്യുതി ബോർഡിൻ്റെ അത് അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമായി തന്നെ കാണാം. പക്ഷെ അങ്ങനെയല്ല ചെയ്തത്. പലയിടത്തും അപേക്ഷ തരണം എന്നുള്ള കാര്യം പോലും ആളുകൾക്ക് അറിയില്ല. ചിലർക്ക് വീടുകളില്ല. ഇപ്പം നിലമ്പൂർ ഭാഗത്തൊക്കെ ഈ ചോലമര കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവർ വൃക്ഷങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ്. അവിടെ ഒരു ചെറിയ ബോക്സ് ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആലപ്പുഴ ചേരി പ്രദേശങ്ങളിൽ അന്ന് നേരത്തെ വീടില്ലാത്ത വീടുകളുണ്ട്. ഇപ്പം ഒരു ടാർപോളിലൊക്കെ വെച്ച് കെട്ടി താമസിക്കുന്ന ചില കുടുംബങ്ങളുണ്ടായിരുന്നു. ഇപ്പം എല്ലാ സ്ഥലത്തും ലൈഫ് മിഷൻ്റെ ഒക്കെ ഭാഗമായി വീടായി. പക്ഷേ അന്നങ്ങനെയല്ല. അവിടെ നമ്മൾ ഈ പറയുന്ന ഒരു ഇരുമ്പിൻ്റെ ഷീറ്റ് 2 തൂണ് പിടിപ്പിച്ച് അതിൻ്റെ മുകളിൽ മീറ്ററൊക്കെ ഘടിപ്പിച്ച് അവിടെ കണക്ഷൻ കൊടുക്കുന്ന സമീപനം ഉണ്ടായി. കണക്ഷൻ കൊടുപ്പിച്ച് അവിടെ ചെന്ന് ആ വീട്ടുടമയോട് അപേക്ഷ എഴുതി വാങ്ങി കണക്ഷൻ കൊടുത്തു പോരുകയാണ്. ഇലക്ട്രിസിറ്റി ബോർഡിലെ ഓവർസിയർ സബ് എഞ്ചിനീയർ ഇറങ്ങുന്ന ഒരു ടീം അങ്ങ് പോവുകയാണ്. എന്നിട്ട് ഇവരോട് സംസാരിക്കുകയാണ്, നിങ്ങൾക്ക് കറണ്ട് വേണ്ടെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അവരോട് അപേക്ഷ ചോദിച്ച് വാങ്ങി അവിടെ കണക്ഷൻ കൊടുത്ത് തിരിച്ചു പോരുകയാണ്. ആ നിലയിൽ വൈദ്യുതി കണക്ഷൻ കൊടുത്തുകൊണ്ടാണ് കേരള സമ്പൂർണ്ണ വൈദ്യുതീകരണം 2017 മെയ് മാസം 29 പ്രഖ്യാപിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ നേരത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു മോട്ടോ ആയിരുന്ന കേരളത്തിൻ്റെ ഒരു പൊതുവികസനത്തിനുള്ള അടിസ്ഥാന സൗകര്യം ആയി വൈദ്യുതി മാറുക. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ നമുക്കിപ്പം പുറത്തുനിന്ന് വലിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി ലോഡ് ഷെഡിങ്ങും പവർ കട്ടൊന്നും ഒഴിവാക്കേണ്ട കാര്യമില്ല. കാരണം ലാഭമാണ് ലക്ഷ്യമെങ്കിൽ അതങ്ങനെയല്ല. ആളുകൾക്ക് വൈദ്യുതി എത്തിക്കണമെങ്കിൽ ചിലപ്പം വൈദ്യുതിക്ക് വില കൂടിയ വൈദ്യുതി വാങ്ങിക്കൊണ്ടും ചിലപ്പം നിർവഹിക്കേണ്ടി വരും. അപ്പോൾ ആ നിലയ്ക്ക് ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള വൈദ്യുതി അവരുടെ വികസന ആവശ്യങ്ങൾക്ക്, അവരുടെ എന്താ പറയുക, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന രൂപത്തിൽ കൊടുക്കാൻ കഴിയുന്ന താങ്ങാവുന്ന നിലയ്ക്ക് എല്ലാവർക്കും ഗുണമേന്മയുള്ള വൈദ്യുതി എന്ന് പറയുന്ന ഒരു മോട്ടോൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇപ്പോഴും വൈദ്യുതി ബോർഡ് പ്രവർത്തിക്കുന്നത്. കേവലം ലാഭാധിഷ്ഠിതമായിട്ട് മാത്രമല്ല. എന്നാൽ അതേ സമയത്ത് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ സ്ഥാപനം നഷ്ടം വരാതെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പം സാറ് പറഞ്ഞ പോലെ നമ്മൾ സേവനം KSEB ജോലി എന്ന് പറയുന്നത് ഒരു സേവനമാണ് ഒരു തരത്തിൽ. ഇപ്പോൾ വീടുകളിലേക്ക് വരെ വൈദ്യുതി എത്തിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് ഞങ്ങൾ 90s കിഡ്സാണ്. അപ്പം നമ്മളാകെ കൂടിയിട്ട് പവർ കട്ട് ഇല്ലാത്തത് കാണുന്നത് SSLC എക്സാമിനേഷൻ്റെ ആ ഒരു 10 ദിവസങ്ങളിലാണ്. ബാക്കി എല്ലാ ദിവസവും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഈ പവർ കട്ട് എന്നുള്ളതാണ്. മണിയാശാൻ വരുന്ന വൈദ്യുതി മന്ത്രി ആയിരിക്കുമ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇതിനെ വിമർശിക്കുന്നത് പവർ കട്ട് ഇല്ലാതെയായി, പക്ഷേ വൈദ്യുതി നിരക്ക് ഉമ്മൻചാണ്ടിയുള്ള സർക്കാരിനേക്കാളും വൈദ്യുതി നിരക്ക് കൂടി എന്നുള്ളൊരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അത് എത്രത്തോളം? ഇതിനകത്തൊന്ന് ഈ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഇല്ലാതാക്കി എന്ന് പറയുന്നത് ഒരു വളരെ ചെറിയൊരു സംഭവമല്ല. ഇപ്പോൾ കേരളം വൈദ്യുതി സർപ്ലസ് ആയിട്ടുള്ളൊരു സംസ്ഥാനമല്ല. നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളെ മുമ്പിലുള്ള സ്രോതസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ജലവൈദ്യുതി മാത്രമാണ്. അതുകൊണ്ട് മാത്രം നമ്മളെ ആവശ്യം നിറവേറ്റപ്പെടില്ല. ഇപ്പോൾ കേരളത്തിൽ ഏകദേശം പീക്ക് സമയത്ത് ഒരു 6000 മെഗാവാട്ട് വൈദ്യുതി നമുക്ക് ആവശ്യമുണ്ട്. ഒരു വർഷത്തെ മൊത്തം വൈദ്യുതി ആവശ്യകത യൂണിറ്റ് പറഞ്ഞാൽ ഏകദേശം 30,000 മില്യൺ യൂണിറ്റാണ്, ദശലക്ഷം യൂണിറ്റാണ്, അല്ലെങ്കിൽ 3000 കോടി യൂണിറ്റ് വൈദ്യുതി വേണം. അപ്പോൾ കേരളത്തിൽ നമ്മളെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നെല്ലാം കൂടി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു 7,000-8,000 മില്യൺ യൂണിറ്റാണ്. ഇപ്പോൾ സോളാർ സാമാന്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. 2000 മെഗാവാട്ടോളം സോളാർ വന്നു. 2000 മെഗാവാട്ട് സോളാർ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു 3000 മില്യൺ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. രണ്ടും കൂടി ചേർന്നാൽ ഒരു 10,000 മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്. നമുക്ക് ആവശ്യമുള്ളത് 30,000 മില്യൺ യൂണിറ്റാണ്. എന്ന് പറഞ്ഞാൽ 1/3 നമുക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുള്ളൂ. ബാക്കി 2/3 നമ്മൾ പുറത്തുനിന്ന് വാങ്ങി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം അങ്ങനെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി കൈകാര്യം ചെയ്യുമ്പം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. ഒന്ന്, വൈദ്യുതിയുടെ വില ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇപ്പോഴും. ഇപ്പം വൈദ്യുതി നേരത്തെ പറഞ്ഞതുപോലെ വൈദ്യുതി ഒരു കമ്മോഡിറ്റി ആക്കി മാറ്റിയതിൻ്റെ ഭാഗമായി വൈദ്യുതി കമ്പോളത്തു നിന്നാണ് നമ്മൾ വൈദ്യുതി വാങ്ങുന്നത്. നമ്മുടെ ചന്തയുണ്ട്.
ഇപ്പം നമ്മൾ ദേശീയ മാർക്കറ്റിൽ നിന്ന് വൈദ്യുതി വാങ്ങുകയാണ്. ദേശീയ മാർക്കറ്റിൽ നിന്ന് വൈദ്യുതി വാങ്ങുമ്പോൾ ആ വൈദ്യുതി വില എല്ലാ സമയത്തും ഒരുപോലെയല്ല. സമയം അനുസരിച്ച് വൈദ്യുതിയുടെ വില മാറും. ഇപ്പം രാത്രി ഒരു 12 മണിക്ക് വൈദ്യുതിക്ക് ഡിമാൻഡ് കുറവാണെങ്കിൽ വില കുറവാണ്. എന്നാൽ വൈകുന്നേരം ഒരു 6 മണി 10 മണി വരെ സമയത്ത് നല്ല ഡിമാൻഡുള്ള സമയമാണ്. അപ്പോൾ ഡിമാൻഡ് കൂടുമ്പോൾ വിലയും കൂടും. എത്ര വരെ കൂടും? പലപ്പോഴും 18 റുപ്യ 20 റുപ്യൊക്കെ ആയിട്ട് കൂടും ഒരു യൂണിറ്റ് വൈദ്യുതിക്ക്. അപ്പം വൈദ്യുതിയുടെ വില ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ എക്കണോമിക്സിലെ ഡിമാൻഡ് സപ്ലൈ കർവ് എന്ന് പറയുന്ന സാധനം കാണണമെങ്കിൽ വൈദ്യുതി മാർക്കറ്റിലെ ഓരോ ദിവസത്തെയും വൈദ്യുതി വിലയുടെ പോക്ക് മാത്രം കണ്ടാൽ മതി. കുട്ടികളെ പഠിപ്പിക്കുക, ഡിമാൻഡ് കൂടുമ്പോൾ വൈദ്യുതി വില കൂടും, ഡിമാൻഡ് കുറയുമ്പോൾ വൈദ്യുതി വില കുറയുകയും ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ നിന്ന് നമുക്ക് വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി വേണ്ടത്. ആ സമയത്ത് വില കൂടിയ സമയത്ത് വൈദ്യുതി വാങ്ങേണ്ടി വരുമ്പോൾ ഇത് ആസൂത്രണം ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ വൈദ്യുതി വിലയിൽ ഉണ്ടാകുന്ന ഈ ചാഞ്ചാട്ടങ്ങൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എങ്ങനെയാണ് പരമാവധി ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി വില കൂടുന്ന സമയത്ത് വാങ്ങൽ കുറയ്ക്കാനും വൈദ്യുതി വില കുറയുന്ന സമയത്ത് പരമാവധി വാങ്ങി നമുക്ക് മാനേജ് ചെയ്യാനൊക്കെ പറ്റുക എന്ന കൃത്യമായ വൈദ്യുതി ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഇല്ലാതാക്കുന്നത്. അല്ലാതെ കേവലമായി അങ്ങ് സംഭവിച്ചു പോകുന്നതല്ല. അതിനകത്ത് വളരെ ശാസ്ത്രീയമായ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, ഒരു ബദൽ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നമുക്ക് വൈദ്യുതി ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഒഴിവാക്കാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വില കൂടുന്ന സമയത്ത് വൈദ്യുതി വാങ്ങാണ്ടിരുന്നാൽ നമുക്ക് ലോഡ് ഷെഡിങ് നടത്തിയാൽ മതി. ഇലക്ട്രിസിറ്റി ബോർഡിന് വലിയ ലാഭത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. ഇപ്പം 18 രൂപ വൈദ്യുതിക്ക് വിലയുള്ള സമയത്ത് നമ്മൾ ആ വൈദ്യുതി വാങ്ങുന്നില്ല എന്ന് നോക്കുക. 2 റുപ്യ 3 റുപ്യ വൈദ്യുതിക്ക് വിലയുള്ള സമയത്ത് മാത്രമേ നമ്മൾ വാങ്ങുന്നുള്ളൂ. എന്താ സംഭവിക്കുക? 18 രൂപ വിലയുള്ള സമയത്ത് നമുക്ക് കൂടി ആവശ്യമുള്ള സമയമായിരിക്കും. നമ്മൾ വാങ്ങുന്നില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നില്ല. തൽക്കാലം ലോഡ് ഷെഡിങ് പ്രഖ്യാപിച്ചാൽ മതി, അല്ലെങ്കിൽ പവർ കട്ട് പ്രഖ്യാപിച്ചാൽ മതി. അപ്പോൾ പവർ കട്ട് നടത്തിയാൽ ലാഭകരമായി വേണമെങ്കിൽ ഈ സ്ഥാപനത്തെ പ്രവർത്തിപ്പിക്കാൻ കഴിയും. ആ ഒരു സമീപനമാണ് മുൻ ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നത്. വൈദ്യുതിയുടെ സാമ്പത്തിക പ്രശ്നങ്ങളാണ്, അല്ലാതെ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടാനില്ലാത്തതോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ അതിൻ്റെ ഒരു സാമ്പത്തിക വശം കൂടി ഊന്നിക്കൊണ്ടാണ് വൈദ്യുതി വാങ്ങണോ വേണ്ടിയോ എന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഈ ഒരു പ്രശ്നം, അതായത് ജനങ്ങൾക്ക് വൈദ്യുതി കൊടുക്കലാണോ അല്ല ഈ സ്ഥാപനത്തെ ലാഭകരമായി നടത്തലാണോ എന്ന ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴും ഈ സ്ഥാപനത്തിൽ വൈദ്യുതി നിരക്ക് സംബന്ധിച്ചിപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നു കേരളത്തിൽ വൈദ്യുതി നിരക്ക് കൂട്ടി. ഈ പറയുന്ന ഇടതുപക്ഷം സത്യത്തിൽ കഴിഞ്ഞ 10 വർഷമായി. ഈ 10 വർഷം കൊണ്ട് വൈദ്യുതി നിരക്കിൽ ഉണ്ടായിട്ടുള്ള ആകെ വർധനവ് എന്ന് പറയുന്നത് 26%. 10 വർഷം കൊണ്ട് 26% വൈദ്യുതി നിരക്കിൽ വർധനവുണ്ടായി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ശരാശരി 2.6% വർധനവ് ഉണ്ടായി എന്നാണ്. എന്താണ് ഇൻഫ്ലേഷൻ റേറ്റ്? രാജ്യത്തെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 3% 4%. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ വരുന്ന മാറ്റം, അതായത് ഇൻഫ്ലേഷൻ റേറ്റിനേക്കാളും കുറഞ്ഞ നിരക്ക് വർധനവേ ഒരു ഉൽപ്പന്നത്തിന് വരുന്നുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആ ഉൽപ്പന്നം നിരക്ക് കുറഞ്ഞു എന്നാ. അതായത് 100 റുപ്യ കഴിഞ്ഞ വർഷമുള്ള സാധനം ഈ വർഷം അത് 103 രൂപയായിട്ട്, അതായത് നോർമലി വർദ്ധിക്കണം. കാരണം ഇൻഫ്ലേഷൻ 3 റുപ്യ ഉണ്ട്, രൂപയുടെ മൂല്യത്തിനകത്ത് ആ വ്യത്യാസം വന്നിട്ടുണ്ട്. കേവലം നിരക്കെടുത്തു കഴിഞ്ഞാൽ, അതായത് അബ്സല്യൂട്ട് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ 3 റുപ്യ വർദ്ധിക്കേണ്ടടുത്ത് 2 റുപ്യ വർദ്ധിച്ചിട്ടുള്ളൂ എങ്കിൽ വില കുറയുകയാണ് ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ കേരളത്തിൽ വൈദ്യുതി നിരക്ക് കൂടിയോ എന്ന് ചോദിച്ചാൽ വൈദ്യുതി നിരക്ക് കഴിഞ്ഞ 10 വർഷവും വർദ്ധിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ 5 വർഷക്കാലം 2011 2016 വരെയുള്ള 5 വർഷക്കാലത്തിനുള്ളിൽ 49.1% വർധനവ് വൈദ്യുതി നിരക്കിലുണ്ടായി. ഒരൊറ്റ 2013 ഒരൊറ്റ വൈദ്യുതി നിരക്ക് പരിഷ്കരണത്തിൽ മാത്രം 24% വർധനവാണ് വൈദ്യുതി നിരക്കിലുണ്ടായത്. റെഗുലേറ്ററി കമ്മീഷന്റെ സൈറ്റ് എടുത്ത് ഓരോ വർഷം ഉണ്ടായിട്ടുള്ള വൈദ്യുതി നിരക്കിലെ വർധനവ് പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. 5 വർഷം കൊണ്ട് 49% വർധനവ് ഉണ്ടാകുക, 10 വർഷം കൊണ്ട് 26% വർധനവ് ഉണ്ടാകുക. എന്നിട്ട് പറയുക മുമ്പ് വൈദ്യുതി നിരക്കൊക്കെ ഞങ്ങൾ കുറച്ചതാണ്, ഇവിടെ വൈദ്യുതി നിരക്ക് കൂട്ടിയതാണ്. യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഒരു ഓർമ്മശക്തിയെ പരീക്ഷിക്കുന്ന ചില പ്രയോഗങ്ങളാണ് ഈ പ്രതിപക്ഷ നേതാവൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാലോ, ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് പറയുന്നത് പലതും നുണയാണ് എന്ന് ആർക്കും യാതൊരു സംശയമില്ലാത്ത അവസ്ഥയായിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അറിഞ്ഞുകൊണ്ട് നുണ പറയുന്ന ഒരു സാഹചര്യം ഇക്കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ KSEB ജോലിക്കാർ ജീവനക്കാരെ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം കാലഘട്ടം മഴ ഉള്ള സമയമാണ്. അപ്പം മഴ മാത്രമല്ല, കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് നമുക്കൊരു പ്രളയം പോലത്തെ ഒരു പ്രതിസന്ധിയും കൂടി ഉണ്ടായി. ഈ പ്രതിസന്ധികൾ എങ്ങനെയാണ് ജീവനക്കാർ നേരിടുന്നത്? ഇപ്പം നമ്മളെ കഴിഞ്ഞ 2018 പ്രളയം, 2018 പ്രളയത്തിൽ
നമുക്ക് 26 ലക്ഷം കണക്ഷനാണ് വെള്ളത്തിൽ പോയത്. അതായത് കേരളത്തിൽ ആകെയുള്ള വൈദ്യുതി കണക്ഷൻ, ഇപ്പം ആകെയുള്ള വൈദ്യുതി കണക്ഷൻ 1,40,00,000 കണക്ഷനുണ്ട്. 2018 വൈദ്യുതി കണക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 1 കോടി ചില്ലറയേ ഉള്ളൂ. അപ്പം ഈ 2018 26 ലക്ഷം കണക്ഷൻ വെള്ളത്തിനടിയിൽ പോയി. കാരണം വെള്ളത്തിനടിയിൽ പോയി എന്ന് വെച്ചാൽ കണക്ഷൻ അങ്ങ് പോവുകയല്ല ചെയ്തത്, വീട് പോയി, അക്കൂട്ടത്തിൽ കണക്ഷനും പോയി. വെള്ളം ഇറങ്ങിയതിന് ശേഷം വീണ്ടും വൈദ്യുതി കണക്ഷൻ അവിടെ അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. കാരണം എന്താ, ഈ പ്രളയത്തിൽപ്പെട്ട വീടുകളുടെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. വൈദ്യുതി കണക്ട് ചെയ്യാൻ കഴിയില്ല. വൈദ്യുതി കണക്ട് ചെയ്യുമ്പോഴേക്ക് ഈ പറയുന്ന പോലെ ഷോക്ക് അടിക്കുന്നൊരവസ്ഥ ഉണ്ടായാൽ അവിടുത്തെ വയറിങ്ങിൻ്റെ സുരക്ഷിതത്വം പരിശോധിക്കേണ്ടതുണ്ട്, വയറിങ് പലതും പുതുക്കി പണിയേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടേ വൈദ്യുതി കണക്ഷൻ കൊടുക്കാൻ കഴിയൂ. എന്നാൽ 10 ദിവസം കൊണ്ട് കേരളത്തിലെ മുഴുവൻ വൈദ്യുതി ബന്ധവും നമ്മൾ പുനഃസ്ഥാപിച്ചു. ഇത് വൈദ്യുതി ബോർഡിലെ ജീവനക്കാർ മാത്രം ചെയ്തൊരു പണിയല്ല. അതിനകത്ത് നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും നല്ല പിന്തുണ കിട്ടിയതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റിയത്. ഇപ്പം അന്ന് നമ്മുടെ കേരളത്തിലെ മുഴുവൻ പോളിടെക്നിക്കുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഇലക്ട്രിസിറ്റി ബോർഡ് എടുത്ത് പ്രത്യേകം ട്രെയിൻ ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ITI വിദ്യാർത്ഥികളെ എടുത്ത് ട്രെയിൻ ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വയറിംഗ് തൊഴിലാളികൾ, അവരുടെ സംഘടനകൾ തന്നെ വളരെ ശക്തമായി ഇതിന് ഇലക്ട്രിസിറ്റി ബോർഡിന് പിന്തുണ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വലിയ ബൃഹത്തായിട്ടുള്ള ഒരു ജനകീയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് 26 ലക്ഷം കണക്ഷൻ പുനഃസ്ഥാപിച്ചത്. 26 ലക്ഷം കണക്ഷൻ മാത്രമല്ല, സബ്സ്റ്റേഷനുകൾ പലതും വെള്ളത്തിനടിയിലായിരുന്നു. ഏകദേശം 4-5 ലക്ഷം ഇലക്ട്രിക് പോസ്റ്റുകൾ ഈ പ്രളയത്തിൻ്റെ ഭാഗമായി വീണിരുന്നു. ലൈനുകൾ മുഴുവൻ വെള്ളത്തിൽ പോയിരുന്നു. ഇത് മുഴുവൻ പുനഃസ്ഥാപിച്ചുകൊണ്ടാണ് ഈ 26 ലക്ഷം കണക്ഷൻ പുനഃസ്ഥാപിച്ചത്. അപ്പോൾ അതിനകത്ത് ഇലക്ട്രിസിറ്റി ബോർഡിലെ തൊഴിലാളികൾ ഈ പറയുന്ന രാപകലില്ലാതെ പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡിലെ തൊഴിലാളികൾ മാത്രം പണിയെടുത്തിട്ടല്ല ഇത് നിറവേറ്റിയത്. നാട്ടിലെ ഈ രംഗത്ത് നമുക്ക് കിട്ടാവുന്ന എല്ലാവരുടെയും സഹായം സ്വീകരിച്ചുകൊണ്ടാണ് ഒരു വലിയ ജനകീയ മൂവ്മെൻ്റ് ആയിരുന്നു. മിഷൻ റീകണക്ട് എന്നാണ് നമ്മളന്ന് അതിന് പേര് കൊടുത്തിരുന്നത്. ആ മിഷൻ റീകണക്ട് 10 ദിവസം കൊണ്ട് മുഴുവൻ വീടുകളിലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഇത് കേരളത്തിൽ മാത്രമല്ല ഞങ്ങൾ ചെയ്തത്. ഇപ്പോൾ ഓക്കി ഉണ്ടായല്ലോ, ഓക്കി ചുഴലിക്കാറ്റ് ഒറീസയിൽ ദുരന്തം വിധിച്ചു. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി ബോർഡിലെ തൊഴിലാളികൾ ഞങ്ങളൊരു സംഘത്തെ അങ്ങോട്ട് അയച്ചു. കാരണം അവിടെ അത് പുനഃസ്ഥാപിക്കുന്നതിന് സഹായിക്കാൻ വേണ്ടി. അവർക്ക് ഓക്കി ദുരന്തം കഴിഞ്ഞിട്ട് ഏകദേശം 2-3 മാസം എടുത്തിട്ടാണ് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. പക്ഷേ അതിനകത്ത് ചെറിയ പങ്ക് വഹിക്കാൻ നമുക്ക് കഴിഞ്ഞു. മദ്രാസിൽ പ്രളയം ഉണ്ടായി. ആ പ്രളയ സമയത്ത് കേരളത്തിൽ നിന്നുള്ള തൊഴിലാളികളുടെ ഒരു ബാച്ചിനെ നമ്മൾ മദ്രാസിലേക്ക് അയച്ചു. ഇങ്ങനെ രാജ്യത്ത് എവിടെയൊക്കെ പ്രതിസന്ധി വരുന്നോ ആ പ്രതിസന്ധികളിലൊക്കെ ഇലക്ട്രിസിറ്റി തൊഴിലാളികൾ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. തിരിച്ച് കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് തൊഴിലാളികൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നിരുന്നു. കേരളത്തിലുള്ള ബഹുജനങ്ങൾ, അതുപോലെ തന്നെ പോളിടെക്നിക്കിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും ITകളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഈ പറയുന്ന നമ്മുടെ വയറിംഗ് തൊഴിലാളികൾ, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമ്മൾ മിഷൻ റീകണക്ട് ഫലപ്രദമായി പൂർത്തീകരിച്ചത്. ഇത് കേരളത്തിലെ ഇതുപോലുള്ള വിവിധ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ പല സമയത്തും വരാറുണ്ട്. ഇപ്പം ഈ എല്ലാ മഴക്കാലത്തും നമുക്ക് വലിയ നാശനഷ്ടങ്ങൾ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമ്മുടെ ലൈനുകളൊക്കെ തന്നെ ഈ പറയുന്ന രൂപത്തിൽ ഇത്തരത്തിൽ നിരന്തരമായി കേടുവരിക എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ഒട്ടേറെ നടപടികൾ ഇപ്പം ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഇലക്ട്രിസിറ്റി ബോർഡിലെ ഈ ഇലക്ട്രിക് ലൈനുകൾ, ഓവർഹെഡ് ലൈനുകൾ, ഇത്തരത്തിലുള്ള പല സ്ഥലങ്ങളും നമ്മളിപ്പം അണ്ടർഗ്രൗണ്ട് കേബിളിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഏരിയൽ ബഞ്ചഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ഇൻസുലേറ്റഡ് കേബിൾസ് വെച്ചുകൊണ്ട്, മുകളിൽ കൂടി തന്നെയാണെങ്കിൽ ഇൻസുലേറ്റഡ് കേബിൾ വെച്ചുകൊണ്ട് ഉള്ള മാറ്റങ്ങൾ വരുത്തുന്നു. ഇങ്ങനെ ഒട്ടേറെ ആധുനികവൽക്കരണം ഈ രംഗത്ത് വരുത്തിക്കൊണ്ട് സ്ഥിരമായി ഇത്തരത്തിലുള്ള മൺസൂൺ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ആ രൂപത്തിൽ രൂക്ഷമാകാതിരിക്കാനുള്ള ചില നടപടികൾ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് സ്വീകരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ മൺസൂൺ കാലത്തെ കാര്യം പറയുമ്പോൾ തന്നെ ഇലക്ട്രിസിറ്റി ജീവനക്കാരുടെ ഒരു ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുന്ന ഒരു കാലാവസ്ഥയാണ് ഈ മൺസൂൺ കാലാവസ്ഥ. അപ്പോൾ ആ സമയത്ത് ഇവരുടെ ജീവന് പരിരക്ഷ കൊടുക്കുന്ന രീതിയിലുള്ള തൊഴിൽ നയങ്ങൾ, ഇൻഷുറൻസ്, അതൊക്കെ ഒരു ഗവൺമെൻറ് എത്രത്തോളം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്? ഒന്ന്, ഇലക്ട്രിസിറ്റി ബോർഡിലെ എല്ലാ തൊഴിലാളികളും അതുപോലെ തന്നെ കരാർ തൊഴിലാളികളും ഇപ്പം നിലവിൽ ഇൻഷൂർഡ് ആണ് എന്ന് പറഞ്ഞാലും ഈ പറയുന്ന അപകടത്തിൽ പറ്റി ഒരാൾ മരണപ്പെട്ടതിന് ശേഷം ഇൻഷുറൻസ് തുക കുടുംബത്തിന് ആശ്വാസമാകും എന്നുള്ള സത്യമാണ്. പക്ഷേ അതല്ലല്ലോ വേണ്ടത്. ചില സ്ഥലത്ത് ചെന്ന് നമ്മൾ വൈദ്യുതി നന്നാക്കുന്നതിനുള്ള ശ്രമം നടത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചില എന്താ പറയുക, ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് കൂടുതൽ സമയം
വൈദ്യുതി ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം അവിടെ പെട്ടെന്ന് നന്നാക്കണം തുടങ്ങിയിട്ടുള്ള ചില സമ്മർദ്ദങ്ങൾ വരുമ്പോൾ ജീവനക്കാർ സുരക്ഷാ കാര്യങ്ങൾ ആലോചിക്കാതെ ചിലപ്പം എടുത്തിയാടി അപകടത്തിൽ വിടുന്ന അവസ്ഥയുണ്ട്. ഇങ്ങനെയുള്ള ചില പ്രയാസങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോഴും വളരെ കൃത്യമായിട്ടുള്ളൊരു എന്താ പറയുക സേഫ്റ്റി പ്രോട്ടോക്കോൾ വെച്ച് പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിനുള്ള നല്ല ശ്രമം ഇപ്പോൾ വൈദ്യുതി ബോർഡിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ കഴിയുന്നുണ്ട്. പൂർണ്ണമായും അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ഇന്ത്യയിലെ ഒരു പൊതു സ്ഥിതി വെച്ച് നോക്കിയാൽ കേരളത്തിലെ വൈദ്യുതി അപകടങ്ങളുടെ എണ്ണം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ മഴ പോലെ തന്നെ കേരളത്തിൽ നല്ല രീതിയിൽ ചൂടുണ്ട്. അതുപോലെ തന്നെ പാലക്കാടൊക്കെ കാറ്റിനെ നമുക്ക് ഉപയോഗിക്കാം. ഈ സോളാർ, വിൻഡ്, ഈ രണ്ട് വൈദ്യുത ഊർജ്ജ ഇത് നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്ന്, കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ വൈദ്യുതി ലഭ്യത നമുക്കിപ്പം ആകെ വേണ്ടതിൻ്റെ ഒരു 70%, പുറത്തുനിന്ന് ഒരു 30% മാത്രം നമുക്ക് ഇൻറ്റേർണലായിട്ടും ആഭ്യന്തര വൈദ്യുതി എന്ന രൂപത്തിൽ ഉണ്ടാക്കാനാണല്ലോ കഴിയുന്നത്. ബാക്കി 70% നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഇൻറ്റേർണലായി അല്ലെങ്കിൽ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന 3 സോഴ്സുകളാണ്. ഒന്ന് ജല നിലയങ്ങൾ, 2 ഈ പറഞ്ഞതുപോലെ സോളാർ, 3ാമത്തത് വിൻഡ്. ഇതിനകത്ത് ജലനിലയങ്ങളിൽ ചില പരിമിതികളുണ്ട്. കാരണം പരിസ്ഥിതി പ്രശ്നങ്ങളും മറ്റും കൊണ്ട് നമുക്ക് എല്ലാ നിലയങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിന് തടസ്സം ഉണ്ടാവാറുണ്ട്. ജനകീയമായിട്ടുള്ള ചില എതിർപ്പുകൾ വരാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ രംഗത്ത് മാത്രമല്ല ഈ പറയുന്ന പരിസ്ഥിതി അനുമതി അടക്കമുള്ള നിരവധി കാര്യങ്ങൾ കിട്ടി വരുമ്പോൾ വലിയ കാലതാമസവും അത്തരം പദ്ധതികൾ നിർമ്മിച്ചെടുക്കുന്നതിൽ വരാറുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ടത്ര ജലനിലയങ്ങൾ ആശ്രയിക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മുമ്പിലുള്ളത് സോളാറും വിൻഡുമാണ്. സോളാർ എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യയിൽ റൂഫ് ടോപ്പ് സോളാർ വയ്ക്കുന്നതിൽ മുൻനിര സംസ്ഥാനങ്ങളിലൊന്നായി ഇപ്പം കേരളം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം യൂട്ടിലിറ്റി തന്നെ, ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് സോളാർ വ്യാപനത്തിന് വേണ്ടി പരമാവധി സഹായം നൽകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ ഏകദേശം 3,34,000 വീടുകളിൽ റൂഫ് ടോപ്പിൽ സോളാർ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ സോളാർ റൂഫ് ടോപ്പ് സോളാറിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി ഏകദേശം 1,700 മെഗാവാട്ട് കഴിഞ്ഞ് 1,800 മെഗാവാട്ടിലേക്ക് നീങ്ങുകയാണ്. നല്ല വളർച്ചയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ളത്. നമ്മൾ കാണേണ്ടത് 2011-2016 കാലത്ത് UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആകെ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി 28 മെഗാവാട്ടായിരുന്നു. നമ്മൾ 2016-നും 2025-നും ഇടയ്ക്കുള്ള ഈ 9 വർഷക്കാലത്ത് ഏകദേശം 2000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു. അതിനകത്ത് ഏകദേശം 1,700-1,800 മെഗാവാട്ട് വൈദ്യുതി എന്ന് പറയുന്നത് സോളാറിൽ നിന്ന് തന്നെയാണ്. അപ്പം നമുക്ക് നല്ല പുരോഗതി ഇതിനകത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ സോളാർ 2,200 മെഗാവാട്ട് ഉണ്ടാക്കിയാൽ 2000 മെഗാവാട്ട് സോളാർ ഉൽപ്പാദിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് കിട്ടുന്ന എനർജി കുറവാണ്. ഇപ്പോൾ ഒരു ജലവൈദ്യുത നിലയത്തിൽ നിന്ന് 1 മെഗാവാട്ട് ജലവൈദ്യുത നിലയം ഉണ്ടാക്കിയാൽ നമുക്കൊരു 3 മില്യൺ യൂണിറ്റ് വൈദ്യുതി കിട്ടും. 1 മെഗാവാട്ട് ജലവൈദ്യുത നിലയത്തിൽ നിന്ന് നമുക്ക് ശരാശരി 3 മില്യൺ യൂണിറ്റ്, നന്നായി മഴയൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൽ കൂടുതൽ കിട്ടും. എന്നാൽ 1 മെഗാവാട്ട് സോളാറിൽ നിന്ന് പരമാവധി നമുക്കൊരു 1.5 മില്യൺ യൂണിറ്റ് വൈദ്യുതി കിട്ടും. 1 മെഗാവാട്ട് കൽക്കരി നിലയാണെങ്കിൽ നമുക്കൊരു 8-9 മില്യൺ യൂണിറ്റ് വൈദ്യുതി കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൽക്കരി നിലയം സ്ഥാപിക്കുന്നതിൻ്റെ 1/6 വൈദ്യുതി മാത്രമേ അതേ കപ്പാസിറ്റി ഉള്ളൊരു സോളാർ നിലയത്തിൽ നിന്ന് കിട്ടൂ. അപ്പോൾ സോളാർ നിലയം നമുക്ക് എനർജി കിട്ടുന്നതിൽ ഒരു പരിമിതിയുണ്ട്. മാത്രമല്ല ഇത് പകൽ മാത്രമല്ലേ കിട്ടൂ, രാത്രിയായാൽ നമുക്ക് വൈദ്യുതി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സോളാർ കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം എന്ന നിലയ്ക്ക് നമുക്കതിനെ കാണാൻ കഴിയില്ല. നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ആവശ്യകത നിറവേറ്റുന്നതിന് വേണ്ടി സോളാർ കഴിയും. കുറച്ച് നമുക്ക് ബാറ്ററി സ്റ്റോറേജോ അല്ലെങ്കിൽ പമ്പ്ഡ് സ്റ്റോറേജ് പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചൊക്കെ തന്നെ നിങ്ങൾ പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയെ സ്റ്റോർ ചെയ്ത് രാത്രി ഉപയോഗിക്കുക എന്ന് പറയുന്നതും കുറേയൊക്കെ പ്രായോഗികമാണ്. പക്ഷേ അതും പൂർണ്ണമായും ബാറ്ററി സ്റ്റോറേജ് നമുക്ക് രാത്രി വേണ്ടത് മുഴുവൻ പകൽ ഉൽപ്പാദിപ്പിച്ച് സ്റ്റോർ ചെയ്യുക എന്നതും പ്രായോഗികമായി നടക്കുന്ന കാര്യമല്ല. അപ്പം സോളാർ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, നമ്മളൊരു നന്നായി അക്കാര്യത്തിനകത്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ എല്ലാ വൈദ്യുതി ആവശ്യകതയും നിറവേറ്റാൻ സോളാർ മതി എന്ന നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിയില്ല. വിൻഡാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട സാധ്യതയുള്ളത്. ഇതിനകത്ത് നമുക്ക് പാലക്കാട് ജില്ലയിൽ കഞ്ചിക്കോട് അതുപോലെ തന്നെ അട്ടപ്പാടി ബെൽറ്റുകളിൽ വിൻഡ് ലഭ്യമാണ്. ഇടുക്കി ജില്ലയിൽ രാമക്കൽമേട് ഭാഗത്ത് നമുക്ക് വിൻഡ് ലഭ്യമാണ്. കാസർഗോഡും വയനാട്ടിലും ചെറിയ കുറച്ച് പ്രദേശങ്ങളിൽ നമുക്ക് വിൻഡ് ലഭ്യമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. എന്നാൽ ഇത് നമുക്ക് ഏകദേശം ഒരു 1000 മെഗാവാട്ടോളം വിൻമിൽ സാധ്യതകളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഏകദേശം ഒരു 100 മെഗാവാട്ടിൻ്റെ അടുത്തേ ഇതുവരെ ഹാർനസ് ചെയ്യാൻ പറ്റുള്ളൂ. പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പം രാമക്കൽമേട് പ്രദേശത്ത് വിൻഡ് മില്ല് സ്ഥാപിക്കുന്നതിന് ആ ബ്ലേഡ് നിങ്ങൾക്കറിയാലോ, ഒരു 100 മീറ്ററോളം വലുപ്പമുള്ള ബ്ലേഡ് അവിടെ ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസകരമായ കാര്യമാണ്. ഇപ്പം ചൈനയിലൊക്കെ ഹെലികോപ്റ്റർ ഒക്കെ ഉപയോഗിച്ച്
വിൻമില്ല് കൊണ്ട് സ്ഥാപിക്കുന്നുണ്ട്. പക്ഷേ അതും അത്തരത്തിലുള്ള സാങ്കേതികവിദ്യ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇപ്പോഴും ഇന്ത്യയിൽ നമുക്ക് മാറിക്കഴിഞ്ഞു. മാത്രമല്ല അതിൻ്റെ അകത്ത് വരുന്ന ടോട്ടൽ ചെലവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കത് ലാഭകരമായിരിക്കാൻ സാധ്യതയില്ല. വിൻഡിൻ്റെ സാധ്യത നമ്മളെ മുമ്പിൽ കുറച്ചൊക്കെ ഉണ്ട്, പക്ഷേ അത് വേണ്ടത്ര നമുക്ക് പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. വരും കാലങ്ങളിൽ നമുക്ക് അക്കാര്യത്തിനകത്ത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം. പക്ഷേ വിൻഡായാലും സോളാർ ആയാലും ഇതിനകത്തൊക്കെ ഒരു വൾണറബിലിറ്റി ഉണ്ട്. അതായത് ഉണ്ടെങ്കിലേ ഉള്ളൂ. നിങ്ങൾക്ക് അതിനകത്ത് വിശ്വസിച്ച് നമ്മളെ ആവശ്യം അതുകൊണ്ട് നിറവേറ്റപ്പെടും എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പം എടുത്തു വെക്കാനും. അപ്പം ഉദാഹരണത്തിന് ഇപ്പം സോളാർ പ്രകാശം കിട്ടാത്ത സന്ദർഭം വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് സോഴ്സ് ഉണ്ടായേ പറ്റൂ. വിൻഡ് കാറ്റ് അടിക്കുമ്പോഴേ നമുക്ക് വിൻഡു, കാറ്റ് നിലച്ചാൽ വിൻഡ് അതോടുകൂടി നിൽക്കും. അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഇത് ഇന്റർമെറ്റൻ്റ് ആണ്. അതായത് ഈ ഇടവിട്ട് മാത്രം കിട്ടുന്ന വൈദ്യുതിയാണ്. അത് നമുക്ക് ആശ്രയിച്ചിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ കഴിയില്ല. അപ്പം ആശ്രയിച്ചിട്ട് പ്ലാൻ ചെയ്യാൻ കഴിയുന്ന, ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന സോഴ്സ് എന്ന നിലയിലേക്ക് അതിനെ മാറ്റണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സംഭരണ സംവിധാനങ്ങൾ കൂടി ഉണ്ടെങ്കിലേ പറ്റൂ. ഇപ്പം ഇന്നിപ്പം നമ്മളൊരു ഏകദേശം 500 മെഗാവാട്ടിൻ്റെ ബസ് ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനം ഓൾറെഡി ടെൻഡർ ചെയ്ത് അതിൻ്റെ നടപടികൾ ഗവൺമെൻറ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികൾ ആരംഭിക്കുന്നതിന് വേണ്ടി ഏകദേശം 10,000 മെഗാവാട്ടിൻ്റെ പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികളുടെ DPR തയ്യാറാക്കി അതിലേക്കും ഗവൺമെൻറ് പോവുകയാണ്. അപ്പം സ്വാഭാവികമായും സംഭരണ പദ്ധതികളും ഇത്തരത്തിലുള്ള റിന്യൂവബിൾ എനർജി സോഴ്സുകളും കൂടി ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിധിവരെ നമുക്ക് കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയും. അങ്ങനെ വരുമ്പോഴും പൂർണ്ണമായി കേരളത്തിൻ്റെ ആവശ്യകത പൂർണ്ണമായി ഇതിൽ നിന്നൊക്കെ നിറവേറ്റാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ആ നിലയിലേക്ക് എത്താൻ നമുക്ക് കഴിയില്ല. ഇപ്പോഴും നമ്മൾ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിനെ ആശ്രയിക്കേണ്ടി വരും. അതിൻ്റെ ആശ്രിതത്വം കുറച്ച് കൊണ്ടുവരിക എന്നതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നാട്ടിൽ ഇതേപോലെ നമുക്ക് ഒരുപാട് ജലസ്രോതസ്സുകളുണ്ട്. അതിൽ തന്നെ നമുക്ക് പ്രകൃതിയെ നശിപ്പിക്കാത്ത രീതിയിൽ ഇതൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിരപ്പിള്ളി അത് ഭീകരമായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് തന്നെ വന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. പക്ഷേ ഇതേപോലെ ഞാൻ തൃശ്ശൂർക്കാരിയാണ്, ഞങ്ങൾക്കൊക്കെ ആശങ്കയുണ്ട് ഞങ്ങളുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി പോവോ, അപ്പോൾ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുടെ ജീവിത രീതിയെ അത് ബാധിക്കുമോ എന്നുള്ള രീതിയിലൊക്കെ. ഇത് പ്രായോഗികമാണോ അല്ലെങ്കിൽ അത് അപ്രായോഗികമാണോ? നമ്മൾ ആതിരപ്പള്ളി പദ്ധതി ഒരു കാലത്ത് കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ച വന്നിരുന്ന ഒരു പദ്ധതിയാണ്. ആതിരപ്പള്ളി പദ്ധതി ഒരു നയാഗ്ര മോഡൽ പദ്ധതി എന്നാണ് നമ്മൾ പറയുക. നയാഗ്ര വലിയ രൂപത്തിൽ ജലവൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നദിയാണ്. അവിടുത്തെ വെള്ളച്ചാട്ടം അങ്ങോട്ടും പോയിട്ടില്ല, അവിടെ ഉണ്ട് വെള്ളച്ചാട്ടം. നമ്മൾ കാണേണ്ട ഒരു കാര്യം, അതിരപ്പള്ളി പദ്ധതിയിൽ ഇപ്പം നമ്മൾ കാണുന്ന വെള്ളച്ചാട്ടം അത് നാച്ചുറൽ അല്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ കടകളിലൊക്കെ വെള്ളച്ചാട്ടം കാണാറില്ലേ, അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡ് പ്രവർത്തിപ്പിക്കുന്നൊരു വെള്ളച്ചാട്ടമാണ് ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടം. അവിടെ പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് പുറത്തുവിടുന്ന വെള്ളമാണ് വെള്ളച്ചാട്ടം. നമ്മൾ ഉൽപ്പാദനം നിർത്തിവെച്ചാൽ വെള്ളച്ചാട്ടം അതോടുകൂടി നിലയ്ക്കും. കാരണം നാച്ചുറലായി വേനൽക്കാലത്ത് പെരണിയലായ ഒരു സോഴ്സും ചാലക്കുടി പുഴയിലില്ല. വേനൽക്കാലത്ത് ആ പുഴയിലേക്ക് വെള്ളം തരുന്ന ഒരു സോഴ്സും ഇല്ല. മുകളിൽ ഷോളയാറ്, അതിൻ്റെ തൊട്ട് താഴെ അതിരപ്പള്ളി, പെരിങ്ങൽകുത്ത്, ഈ 2 ഡാമുകളിൽ സംഭരിച്ച് വെച്ചിട്ടുള്ള വെള്ളം ആണ് വേനൽക്കാലത്ത് വെള്ളച്ചാട്ടമായി കാണുന്നത്. അല്ലാതെ നാച്ചുറലായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം അല്ല അത്. അത് നമ്മൾ ആദ്യം നല്ല ബോധ്യം ഉണ്ടാവണം. ഇനി എങ്ങനെയാണ് ആതിരപ്പള്ളി പദ്ധതി വിഭാവനം ചെയ്തിരുന്നത്? നിങ്ങൾ തൃശ്ശൂർ ആണല്ലോ, അപ്പോൾ നിങ്ങൾ അതിരപ്പള്ളി മഴക്കാലത്ത് ചെന്ന് കണ്ടാൽ ഈ 3 ഇതളുള്ള മനോഹരമായ വെള്ളച്ചാട്ടം അവിടെ കാണുമോ? കാണില്ല. നിങ്ങളെല്ലാം കൂടി കാണുക ഒരു വലിയ കുത്തൊഴുക്കാണ്. വെള്ളത്തിന്റെ ഭംഗി പോലും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ വലിയ കുത്തൊഴുക്കാ കാണുക. അതായത് നല്ല മഴ പെയ്യുമ്പോൾ വലിയൊരു കുത്തൊഴുക്ക് മാത്രമേ അവിടെ ഉണ്ടാവൂ. ഈ 3 ഇതളുള്ള വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് കൃത്യമായി ആ ഫ്ലോ കൺട്രോൾഡ് ആകുന്നതുകൊണ്ടാണ് ആ 3 ഇതൾ ഉണ്ടാകുന്നത്. അത് പെരിങ്ങൽകുത്ത് വൈദ്യുതി നിലയത്തിൽ നിന്ന് നമ്മൾ അതിനാവശ്യമായ വെള്ളം ഉൽപ്പാദിപ്പിച്ച് വിടുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് വേനൽക്കാലത്ത് അത്രയും മനോഹരമായ ഒരു വെള്ളച്ചാട്ടം നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ കണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പകൽ സമയത്ത് ഈ പെരിങ്ങൽകുത്തിൽ നിന്ന് വരുന്ന വെള്ളത്തെ അവിടെ ഒരു ഡാം വെച്ച് അവിടെ ഡാം ടോയിൽ, അതായത് ഡാമിൻ്റെ തൊട്ട് താഴെ തന്നെ അതിരപ്പള്ളി വാഴച്ചാൽ ആ റിപ്പിളിലാണ് നമ്മൾ, അതിന് ശേഷമാണ് ഡാം പണിയുന്നത്. ആ റിപ്പിളിന് ശേഷമുള്ള ഡാമിൽ അവിടെ ഒരു ഡാം വെച്ച് ഡാമിൻ്റെ അടിയിൽ തന്നെ ഒരു ജനറേറ്റർ സ്ഥാപിച്ച് പകൽ സമയത്തുള്ള വെള്ളം അപ്പം തന്നെ ഉൽപ്പാദിപ്പിച്ച് അങ്ങ് വിടും. അപ്പോൾ അത് നേരെ പോയി വെള്ളച്ചാട്ടമായി തന്നെ നിൽക്കും. രാത്രി സമയത്തെ വെള്ളം നമ്മൾ എന്തു ചെയ്യും? സംഭരിക്കും. എന്നിട്ട് രാത്രി നമ്മളൊരു 10 മണി വരെ ഉൽപ്പാദിപ്പിക്കും. 10 മണിക്ക് ശേഷം വെള്ളം സംഭരിച്ച്, അപ്പോൾ പകൽ സമയത്ത് നമുക്ക് എന്ത് കിട്ടും? വെള്ളച്ചാട്ടം അവിടെ തന്നെ ഉണ്ടാകും.
വൈകുന്നേരം ഒരു 10 മണി വരെയുള്ള ഉൽപ്പാദനം നമുക്ക് കൂടുതൽ കിട്ടും. അല്ലാത്ത സമയത്ത് ഉൽപ്പാദനം ഉണ്ടാവില്ല. ഇപ്പോഴും 10 മണിക്ക് ശേഷം പെരിങ്ങൽകൂത്തിൽ ഉൽപ്പാദനം ഇല്ലാത്തതുകൊണ്ട് അവിടെ കുറച്ച് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം ഇല്ലാണ്ടാവും. രാത്രി ചെന്ന് നോക്കിയാൽ അറിയാം, കുറച്ച് കഴിഞ്ഞാൽ അവിടെ വെള്ളച്ചാട്ടം ഇല്ലാണ്ടാവും. അപ്പോൾ ഈ നിലയിൽ ഇപ്പം എങ്ങനെയാണോ അവിടെ വെള്ളച്ചാട്ടം ഉള്ളത് അതുപോലെ തന്നെ നിലനിർത്തുന്ന രൂപത്തിലുള്ള ക്രമീകരണമാണ് അതിരപ്പള്ളി പദ്ധതിയിൽ വിഭാവനം ചെയ്തത്. എന്നാൽ മഴക്കാലത്ത് ധാരാളം വെള്ളമുണ്ട്. ആ വെള്ളമുള്ള സമയത്ത് അവിടുത്തെ ഡാമിൽ സംഭരിച്ച് കണ്ണൻകുഴിയിലേക്കുള്ള ടണലിൽ കൂടി കൊണ്ടുപോയി അവിടെ കണ്ണൻകുടിയിലുള്ള പവർ ഹൗസിൽ വൈദ്യുതി ജനറേറ്റ് ചെയ്യും. അപ്പം മഴക്കാലത്തേക്ക് കുത്തി ഒഴുകേണ്ട കാര്യമില്ല. അവിടെ നിങ്ങൾക്ക് വെള്ളച്ചാട്ടത്തിന് വേണ്ട വെള്ളം മാത്രം മതി. ബാക്കിയുള്ള വെള്ളം നമുക്ക് കണ്ണൻകുഴിയിലേക്ക് തിരിച്ചു വിടാം. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അതിരപ്പള്ളി പദ്ധതി വിഭാവനം ചെയ്തത്. അതുകൊണ്ടാണ് നമ്മളതൊരു നയാഗ്ര മോഡൽ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ 2 പവർ ഹൗസ് ഉണ്ട്. 160 മെഗാവാട്ടിൻ്റെ ഒരു പദ്ധതി താഴെ കണ്ണൻകുഴിയിലും മുകളിൽ 3 മെഗാവാട്ടിൻ്റെ ഒരു പദ്ധതി മുകളിലും, അങ്ങനെ ടോട്ടൽ 163. ഈ 3 മെഗാവാട്ടിൻ്റെ പദ്ധതിയിൽ നിന്ന് വെള്ളച്ചാട്ടത്തിന് ആവശ്യമായ വെള്ളം എല്ലാ സമയത്തും കിട്ടുന്ന രൂപത്തിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത്. താഴെ തുമ്പൂർമുഴി അണക്കെട്ടിൽ ആണ് ഈ വെള്ളം ചെല്ലുക. ഈ തുമ്പൂർമുഴി അണക്കെട്ടിൽ വെള്ളം ചെല്ലുന്നത് നേരത്തെ എങ്ങനെയാണോ വെള്ളം ചെന്നിരുന്നത് അതേ രൂപത്തിൽ തന്നെ തുമ്പൂർമുഴി അണക്കെട്ടിൽ വെള്ളം വരുന്ന രൂപത്തിൽ തന്നെയാണ് അത് വിഭാവനം ചെയ്തത്. അതുകൊണ്ട് ജലസേചനത്തിനെയും അത് യാതൊരു വിധത്തിലും ബാധിക്കാത്ത രൂപത്തിലാണ് അത് വിഭാവനം ചെയ്തിരുന്നത്. പക്ഷേ അവിടെ ആ പ്രദേശത്ത് വലിയ രൂപത്തിലുള്ള തെറ്റിദ്ധാരണ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുകയും അവിടെ വലിയ രൂപത്തിൽ വനനശീകരണം ഉണ്ടാകും എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. വനനശീകരണത്തിന് സംബന്ധിച്ച് പരിശോധിച്ചാലും ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഈ ചാലക്കുടി പ്രദേശത്ത് ഇപ്പം നമ്മൾ കാണുന്ന നമ്മളെ അതിരപ്പള്ളി ഭാഗത്തുള്ള ഈ ഫോറസ്റ്റ് ഉണ്ടല്ലോ, ആ ഫോറസ്റ്റ് ദീർഘകാലമായി അവിടെ നിൽക്കുന്ന ഫോറസ്റ്റ് ആണോ? കാരണം വെച്ചാൽ 1940കളിൽ ബ്രിട്ടീഷുകാർ അങ്ങോട്ടേക്ക് മുകളിലേക്ക് നിങ്ങൾ നോക്കിയാൽ കാണാം, അവിടെ നമ്മളെ റെയിൽപ്പാളങ്ങൾ ഇട്ടിട്ടുണ്ട്. അങ്ങ് മുകളിൽ വരെ റെയിൽപ്പാളമുണ്ട്. ഈ റെയിൽപ്പാളം ഇട്ടിരുന്നത് ഇവിടുത്തെ മരം മുറിച്ച് കടത്താൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ഫില്ലിങ് നിർത്തി. ക്ലിയർ ഫില്ലിങ് എന്ന് പറഞ്ഞാൽ മുഴുവൻ മരവും മുറിച്ച് മാറ്റി അത് മുഴുവൻ കടത്തി കൊണ്ടുപോയ ഒരു പ്രദേശമാണത്. ആ മരക്കുറ്റി വീണ്ടും മുളച്ചു പൊന്തി വന്നിട്ടുള്ള വനമാണ് നമ്മളിപ്പോൾ അവിടെ കാണുന്ന വനം. അതായത് ഈ പറയുന്ന പോലെ ദീർഘകാലത്തെ ഒരു വലിയൊരു എക്കോസിസ്റ്റം ആയിട്ടല്ല നിൽക്കുന്നത്. പിന്നെ അടുത്തത്, ഇവിടുന്ന് നേരെ ഷോളയാർ വഴിക്ക് ഒരു റോഡ് പോകുന്നുണ്ട് ചാലക്കുടി. ആ റോഡ് പോകുന്നതിന് ഏകദേശം ഒരു ഇപ്പുറത്ത് മാറി ഒരു 110 kV ലൈൻ ഷോളയാറിന്നും അതുപോലെ തന്നെ പെരിങ്ങൽകൂത്തുനിന്നും ചാലക്കുടിക്ക് വരുന്നുണ്ട് ഇല്ലേ. ഈ 110 kV ലൈനും റോഡും രണ്ടും മരം ഇല്ലാത്ത സാധനമായിരിക്കുമല്ലോ. 110 kV അടിയിൽ മരം ഉണ്ടാകില്ലല്ലോ, റോട്ടിലും മരമില്ല. അത് അങ്ങനെയുള്ള ഒരു വി ഷേപ്പ്ഡ് ആയിട്ടുള്ള സ്ഥലത്തിൻ്റെ ഇത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഭൂമിയാണ് യഥാർത്ഥത്തിൽ പദ്ധതിക്ക് വേണ്ടി മരം മുറിച്ച് മാറ്റേണ്ട ടീക്ക്വുഡ് ഫോറസ്റ്റ്. അത് ടീക്ക്വുഡ് ഫോറസ്റ്റ് ആണ്, അല്ലാതെ നാച്ചുറൽ ഫോറസ്റ്റ് അല്ല. അതായത് വനം വകുപ്പ് തേക്ക് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ആ തേക്കാണ് വെട്ടിമാറ്റേണ്ടത്. ഇത് മുറിച്ച് മാറ്റുന്നതാണ് എന്താണ് വലിയ ഇടപെടലാണ്, വനനശീകരണമാണെന്ന് പറയുന്നത്. ഈ തേക്ക് വുഡ് ഫോറസ്റ്റ് ഒരു വശത്ത് നേരത്തെ മരമില്ലാത്ത റോഡ്, മറുവശത്ത് മരമില്ലാത്ത ഒരു 110 kV ലൈന്, ആ രണ്ടിനും ഇടയ്ക്കുള്ള ടീക്ക്വുഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ഫോറസ്റ്റ് പോലും അല്ല അത്. കാരണം സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്ത് പെരിങ്ങൽകൂത്തിൻ്റെ താഴെ പെരിങ്ങൽകൂത്ത് പദ്ധതി ഓൾറെഡി ഉണ്ട്. പെരിങ്ങൽകൂത്തിൻ്റെ മുകളിൽ വലിയ നല്ല വനമുണ്ട്. ആ വനം പ്രദേശം വരുന്നില്ല. കാരണം എന്താ, പെരിങ്ങൽകൂത്തിൻ്റെ താഴെയാണ് നമ്മളെ പദ്ധതി പ്രദേശം. ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ ഉണ്ടാകുന്നത് കൊണ്ട് അതിൻ്റെ ഭാഗമായ ഒരു ഇൻഫ്ലുവൻസ്ഡ് ആകും മുകളിൽ എന്ന് പറയാൻ. ഓൾറെഡി അവിടെ പെരിങ്ങൽകൂത്ത് ഡാമും ഉണ്ട്, പദ്ധതിയും ഉണ്ട്. അതിൻ്റെ മുകളിലുള്ള ഫോറസ്റ്റിനെ എങ്ങനെയാണ് ഈ പദ്ധതി ബാധിക്കുക എന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പോൾ ഈ നിലയ്ക്ക് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള വളരെ ബാലിശമായിട്ടുള്ള ചില വാദങ്ങളാണ് പരിസ്ഥിതിവാദികൾ പദ്ധതിക്ക് എതിർക്കുന്നതിന് വേണ്ടി ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നമുണ്ട്. വസ്തുതകളെക്കാൾ കൂടുതൽ സെൻസേഷൻ ഭരിക്കുന്നൊരു കാലത്താണ് നമ്മളുള്ളത്. അപ്പം സാർ ഇപ്പോൾ സർവീസിൽ കുറേ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. മാറി മാറി വരുന്ന സർക്കാരുകളെ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് കീഴിൽ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഇത്രയും സർവീസിലുള്ള സമയത്ത് കുറച്ചും കൂടി ഇച്ഛാശക്തിയോട് KSEBിനെ ചേർത്ത് പിടിച്ച ഒരു സർക്കാർ, അല്ലെങ്കിൽ കുറച്ചും കൂടി KSEBിക്ക് ഉയർന്ന രീതിയിലേക്ക് അതിൻ്റെ വളർച്ചയെ എത്തിക്കാൻ പറ്റിയ ഒരു സർക്കാർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ സാറിനത് ഏത് സർക്കാരിനെ ആയിരിക്കും പറയാൻ പറ്റുക? ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് 1988 അന്നത്തെ യൂണിവേഴ്സിറ്റി കലാമേള ഉണ്ടല്ലോ, അന്ന് പ്രസംഗ മത്സരത്തിന് എനിക്ക് സമ്മാനം കിട്ടിയിരുന്നു. അന്ന് വൈദ്യുതിയായിരുന്നു ഒരു വിഷയമായിട്ട് പ്രസംഗ മത്സരത്തിന് വിഷയമായി വന്നു. അന്ന് ഞാൻ
അവിടെ പറഞ്ഞത് കേരളത്തിൽ 505 കോടി യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ആ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ അന്ന് ആ വൈദ്യുതി വേണ്ടത്ര ചിലവാക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു. 505 കോടി യൂണിറ്റ് വൈദ്യുതി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ 3000 കോടി യൂണിറ്റ് വൈദ്യുതിനെ പറ്റി പറയുന്നത്. അതിൽ 6 ഇരട്ടി വൈദ്യുതി ഉണ്ട്. അന്ന് 505 കോടി യൂണിറ്റ് വൈദ്യുതി എന്ന് പറഞ്ഞത് സർപ്ലസ് ആയിരുന്നു. നമ്മൾ പുറത്തേക്ക് വൈദ്യുതി വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പുറത്തേക്ക് വൈദ്യുതി വിറ്റുകൊണ്ടിരുന്ന കാലത്ത് നിന്ന് മാറി 90കളൊക്കെ ആകുമ്പോഴേക്ക് ആളുകൾ വൈദ്യുതി ഉപയോഗിക്കാൻ തുടങ്ങി. വൈദ്യുതി കണക്ഷനുകൾ വർദ്ധിച്ചു. 87-91 കാലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണക്ഷൻ കൊടുക്കപ്പെട്ടിട്ടുള്ളൊരു കാലഘട്ടമാണ്. അതിൻ്റെ ഭാഗമായി ഈ കണക്ഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വൈദ്യുതി പദ്ധതികൾ വലിയ രൂപത്തിലൊന്നും ആ കാലത്ത് വന്നില്ല. 91-96 കാലത്ത് വൈദ്യുതി മേഖലയിൽ സത്യത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവാത്ത കാലമാണ്. ഇലക്ട്രിസിറ്റി ബോർഡ് DPR തയ്യാറാക്കി വെച്ച 21 പദ്ധതികൾ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ടെൻഡർ ചെയ്തു 1992. അതിനെതിരെ വലിയ പ്രക്ഷോഭമൊക്കെ തന്നെ വൈദ്യുതി ബോർഡിലുണ്ടായി. എന്നാൽ ഇത് ടെൻഡർ ചെയ്തു എന്നല്ലാതെ കാര്യമായി പദ്ധതികളൊന്നും അതിൻ്റെ ഭാഗമായി ഉണ്ടായില്ല. ഇങ്ങനെ 95 കേരളത്തിൽ 100% പവർ കട്ട്, 100% പവർ കട്ടും 3.5 മണിക്കൂർ ലോഡ് ഷെഡിങ്ങും. 100% പവർ കട്ട് എന്ന് വെച്ചാൽ വ്യവസായ സ്ഥാപനങ്ങൾ വൈദ്യുതി ഉപയോഗിക്കാനേ പാടില്ല എന്നതാണ്. ഇൻഡസ്ട്രിക്കും അതുപോലെ തന്നെ വാണിജ്യ മേഖലയ്ക്കാണ് പവർ കട്ട്. വീടുകൾക്ക് മറ്റ് സ്ഥാപനങ്ങൾക്കും വൈകുന്നേരങ്ങളിൽ 3.5 മണിക്കൂർ നേരം ലോഡ് ഷെഡിങ്. 3.5 മണിക്കൂർ നേരം ലോഡ് ഷെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം ഒരു 6 മണി മുതൽ 10 മണി വരെയുള്ള സമയം ആകെ 4 മണിക്കൂറേ ഉള്ളൂ. അതിനകത്ത് 3.5 മണിക്കൂർ ലോഡ് ഷെഡിങ് എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂറേ കറണ്ട് കിട്ടുമെന്നാണ് എൻ്റെ അർത്ഥം, അല്ലേ? ഈ അവസ്ഥയാണ് 96 ഇലക്ഷൻ നടക്കുന്നത്. 96 ഇലക്ഷനിൽ നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നു. EK നായനാർ മുഖ്യമന്ത്രിയായി, പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായി. പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായി വന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയി പോകുന്ന വരെയുള്ള ഒരു പീരീഡ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വൈദ്യുതി മേഖലയുടെ സുവർണ്ണകാലം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കാലമാണ്. എന്താണ്? പരാതിരഹിത വൈദ്യുതി ബോർഡ്, അതായത് വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ച് ഒരു പരാതിയും ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങനെ വളരെ ജനകീയമായൊരു കാലഘട്ടത്തിൽ നിന്നാണ് 2011 വീണ്ടും ഗവൺമെൻറ് മാറുന്നത്. 2011-16 കാലത്ത് 12 ആകുമ്പം വീണ്ടും ലോഡ് ഷെഡിങ്ങിൽ പോയി. എപ്പോഴാണ് ലോഡ് ഷെഡിങ്ങിൽ പോയത്? 2012 ഓഗസ്റ്റ് മാസത്തിലാണ് ലോഡ് ഷെഡിങ് തുടങ്ങുന്നത്. ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മഴക്കാലം കഴിഞ്ഞ പാടുള്ള സമയം, ഡാമുകളിലൊക്കെ സംഭരണികളിൽ നിറച്ചും വെള്ളമുള്ള സമയം. ആ സമയത്ത് നമ്മൾ ലോഡ് ഷെഡിങ് ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് കേരളം പോയി. കാരണം അത് വൈദ്യുതി ആസൂത്രണത്തിന് വന്നിട്ടുള്ള ചെറിയ പിഴവല്ല, വലിയ രൂപത്തിലുള്ള വൈദ്യുതി ആസൂത്രണ പിഴവിൻ്റെ ഭാഗമായിട്ടാണ് 2012. ഇത് 2016 വരെ നമ്മൾ ലോഡ് ഷെഡിങ്ങും പവർ കട്ടൊക്കെ കൊണ്ടുപോയി 49% വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു. വൈദ്യുതി മേഖലയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം ഫ്രീസായി പോയൊരു കാലഘട്ടമായിരുന്നു 2011-16 കാലം. അത് മാറി 2016 ശേഷം 2025 വരെയുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട് 29,000 കോടി റുപ്യൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ് വൈദ്യുതി മേഖലയിൽ കൊണ്ടുവന്നത്. ഇപ്പം 1,42,00,000 ഉപഭോക്താക്കളായി വൈദ്യുതി മേഖലയിൽ. ലോഡ് ഷെഡിങ്ങും പവർ കട്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഈ മേഖലയിലെ പ്രത്യേകത. ഇപ്പം വൈദ്യുതി കണക്ഷൻ ഒരാളെ അപേക്ഷിക്കുമ്പോൾ തന്നെ വൈദ്യുതി കണക്ഷൻ കിട്ടുന്ന അവസ്ഥയിലേക്ക് കേരളം മാറി. മറ്റത് വൈദ്യുതി കണക്ഷൻ കിട്ടുന്നതിന് വേണ്ടി സ്പെഷ്യൽ ഓർഡർ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട് കേരളത്തിൽ. നിങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ കിട്ടണമെങ്കിൽ ഇവിടെ വൈദ്യുതി മന്ത്രിനെ വന്ന് കണ്ട് സ്പെഷ്യൽ ഓർഡറും കൊണ്ട് പോയാലേ വൈദ്യുതി കണക്ഷൻ കിട്ടൂ എന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അതെ, 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ കാത്തിരുന്നാലും വൈദ്യുതി കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ മാറി ഇപ്പം വൈദ്യുതി കണക്ഷൻ വേണോ എന്ന് അങ്ങോട്ട് ചെന്ന് ചോദിച്ച് വൈദ്യുതി കണക്ഷൻ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. വൈദ്യുതി മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്, ഒന്ന് ഇപ്പം ഗവൺമെൻറ് യൂട്ടിലിറ്റി തന്നെ സൗരോർജ്ജം പ്രചരിപ്പിക്കുന്നതിന് നടത്തിയിട്ടുള്ള പ്രവർത്തനമാണ്. ജനറേഷൻ രംഗത്ത് വലിയ ഇടപെടൽ നടത്തി. ട്രാൻസ്ഗ്രിഡ് എന്ന് പറയുന്നത് 10,000 കോടി റുപ്യയുടെ ട്രാൻസ്മിഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതി. ദ്യുതി, ഓരോ പ്രദേശത്തും 2 സോഴ്സുകളിൽ നിന്ന് വൈദ്യുതി എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, ഒരു സോഴ്സ് ഇല്ലാതായാൽ അടുത്തൊരു സോഴ്സ് കൂടി വൈദ്യുതി കിട്ടും എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഇങ്ങനെ കേരളത്തിൻ്റെ വൈദ്യുതി മേഖലയിൽ കഴിഞ്ഞൊരു 10 വർഷം ഉണ്ടായിട്ടുള്ള പുരോഗതി എന്ന് പറയുന്നത് ചെറിയ പുരോഗതിയല്ല. അപ്പം നമ്മളിത് പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റുകളുടെ മാറ്റം എന്ന് പറയുന്നത് വൈദ്യുതി സിനുസോയിഡിലാണെന്ന് നമ്മൾ പറയുമല്ലോ, എന്ന് പറഞ്ഞാൽ അൾട്ടർനേറ്റിംഗ് ആണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പുരോഗതിയും അൾട്ടർനേറ്റിംഗ് ആയിരുന്നു. നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാലത്ത് ഉയർന്നു വരും, അത് കഴിഞ്ഞ് വീണ്ടും താഴ്ന്ന്, അത് കഴിഞ്ഞ് വീണ്ടും ഇടതുപക്ഷ മുന്നണി, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സ്റ്റേബിളായിട്ട് ഉയർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് വൈദ്യുതി മേഖലയുള്ളത്. ഇത് ഈ മേഖലയിൽ മാത്രമല്ല,
ഒന്ന്, ഒരു വളരെ കൃത്യമായിട്ടുള്ളൊരു ബദൽ സമീപനം. കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന സമീപനം എന്ന് പറയുന്നത് ഇതൊരു പ്രോഡക്റ്റാണ്, നിങ്ങൾ വിറ്റ് ലാഭം ഉണ്ടാക്കുക. അപ്പം ആവശ്യക്കാർ ഡിമാൻഡ് കൂട്ടുമ്പോൾ വില കൂടും. ഡിമാൻഡ് കൂടുമ്പം വില കൂടുന്ന എപ്പോഴാണ്? സപ്ലൈ ഇല്ലാണ്ടാവുമ്പോഴാണ്. ഡിമാൻഡിനനുസരിച്ച് തന്നെ സപ്ലൈയും കൂടി കൂടിക്കഴിഞ്ഞാൽ വില കൂടുകയില്ല. യഥാർത്ഥത്തിൽ വൈദ്യുതി ഉൽപ്പാദനത്തിന് നമുക്കൊരു പ്ലാന്റിൽ, ഇപ്പം താപനിലയങ്ങളുണ്ടല്ലോ, ഒരു പ്ലാന്റിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വരുന്ന ചിലവ് എത്രയാണ്? കൽക്കരി നിലയാണെങ്കിൽ ഒരു 2.5 രൂപ 3 രൂപയാണ് വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടി വരുന്ന ചിലവ്. 2.5 രൂപയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന വൈദ്യുതി 18 രൂപയ്ക്ക് വിൽക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉണ്ടെന്ന പ്രോഫിറ്റ് മാർജിൻ എത്രയാണ്? അപ്പം നമ്മൾ പറയും, നോക്കൂ, വൈദ്യുതി സ്കേഴ്സിറ്റി കൊണ്ടായിരിക്കും ഇങ്ങനെ കൂടുന്നതെന്ന്. ഇന്ത്യയിലെ പീക്ക് ഡിമാൻഡ് എത്രയാണെന്നറിയോ? ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പീക്ക് ഡിമാൻഡ് 2,43,047 മെഗാവാട്ടാണ്. 2,47,000 മെഗാവാട്ടാണ് ഇന്ത്യയിലെ ഇന്നേ വരെയുള്ള പീക്ക് ഡിമാൻഡ്. ഇപ്പോൾ ഉള്ള നമ്മളെ കപ്പാസിറ്റി എത്രയാണെന്നറിയോ? 4,75,000 മെഗാവാട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്റിൻ്റെ പകുതി ഡിമാൻഡ് ഇന്ത്യയിലില്ല. സർപ്ലസ് ആണ് യഥാർത്ഥത്തിൽ പ്രൊഡക്ഷൻ. അങ്ങനെ വരുമ്പം വില കുറയുകയാണ് വേണ്ടത്. പക്ഷേ അങ്ങനെ സർപ്ലസ്സായി വൈദ്യുതി ഉള്ള സമയത്ത് സാമാന്യം പീക്ക് സമയങ്ങളിൽ വൈദ്യുതി വില 12 രൂപ 13 രൂപ 18 രൂപ ആവുന്നു. അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ചെലവ് എന്ന് പറയുന്ന സാധനം 3 രൂപയോ 4 രൂപയോ മാത്രം നിൽക്കുന്നു. അപ്പോൾ 3 രൂപ 4 രൂപ വിലയുള്ള വൈദ്യുതി 18 രൂപയ്ക്ക് വിൽക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു കരിഞ്ചന്ത രാജ്യത്ത് രൂപപ്പെട്ടിരിക്കുന്നു. ഈ കരിഞ്ചന്ത യഥാർത്ഥത്തിൽ ഈ മേഖല ഒന്നാകെ 3 കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് പോയതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. വൈദ്യുതി ഉൽപ്പാദന മേഖല രാജ്യത്ത് അദാനിയുടെയും അംബാനിയുടെയും ടാറ്റ പവറിൻ്റെയും കയ്യിലാണ്. ഈ 3 കമ്പനികളും കൂടി കാർട്ടലായി പ്രവർത്തിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ വൈദ്യുതി കമ്പോളം എന്ന് പറയുന്നത് കരിഞ്ചന്തയായി മാറിയിട്ടുണ്ട്. ഇതാണ് ദേശീയ സാഹചര്യം. ഇത്തരമൊരു ദേശീയ സാഹചര്യത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി, ആ സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്വകാര്യവൽക്കരണത്തിന് എതിരായ ഒരു ബദൽ സമീപനം രൂപപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട വൈദ്യുതി കിട്ടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത്. എന്നാൽ ഇത് മെച്ചമല്ല, ഇതിനെക്കാട്ടും മെച്ചം മറ്റെവിടെയോ ഉണ്ട് എന്ന രൂപത്തിലുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുകയും ഇരുണ്ട കാലഘട്ടമായിരുന്ന 2011-16 അതുപോലെ തന്നെ 2001-2006 ഒക്കെ ആയിരുന്നു മെച്ചം എന്ന് യാതൊരു ഉളുപ്പും ഇല്ലാണ്ട് പറയുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം മാറുകയും കൂടി ചെയ്യുന്നുണ്ട്. ഒരു സംശയവും വേണ്ട, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർച്ച എന്ന് പറയുന്നത് തന്നെയായിരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി മേഖലയ്ക്കും ശുഭകരമായ വാർത്തയായി തീരുക എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും സേവന മേഖലയിൽ ഊന്നിയാണ് നമ്മുടെ സംസ്ഥാനം പോകുന്നത്. അപ്പം തുടർഭരണം നമുക്ക് ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണെന്നാണ് ഈ സംവാദത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. നന്ദി സാർ. നിങ്ങൾക്ക്